എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ എന്തെങ്കിലും സൽക്കാരങ്ങളോ അതുപോലെ തന്നെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആയിട്ടുള്ള ഷീർ കുർമയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ലിറ്റർ അളവിൽ പാലാണ്. നമ്മൾ ഇതിലേക്ക് പാലെടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് പാൽ തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. 1 ലിറ്റർ അളവിൽ ഫുൾ ഫാറ്റ് പാൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം ഇതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് നട്ട്സ് ആണ്. നമ്മുടെ ഉള്ള നട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒതന്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു നട്ട്സ് ഒക്കെ തന്നെ എടുക്കേണ്ടതാണ്. ഇതിൽ നമ്മൾ നട്ട്സും ഈന്തപ്പഴവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളത്തിൽ ഈ ഒരു നട്ട്സും ഈന്തപ്പഴവും ഒക്കെ കുറച്ച് സമയം ഒന്ന് കുതിരാൻ വെച്ചിട്ടാണ്. ഇത് കണ്ടില്ല, ഒരു 15ഓളം കാഷ്നട്ട് നേരത്തെ തന്നെ ഞാൻ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. നട്ട്സ് ഒക്കെ നമ്മളൊരു 4-5 മണിക്കൂറോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ നട്ട്സ് ഒക്കെ ചൂടുവെള്ളത്തിൽ നിന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു 15ഓളം ബദാമും ഇതുപോലെ ചൂടുവെള്ളത്തിൽ നിന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടില്ല, ഈ ഒരു ബദാമിന്റെ തൊലി നമുക്ക് ഇതുപോലെ ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും പൊളിച്ചിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ബദാമിന്റെ തൊലി ഇതുപോലെ തന്നെ ഒന്ന് കളഞ്ഞിട്ടെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 15ഓളം പിസ്തയാണ്. അതും ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഇതുപോലെ അത്യാവശ്യം കട്ടിയുള്ളതാണെങ്കിൽ ചൂടുവെള്ളത്തിൽ നമ്മൾ 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മതി. നല്ല സോഫ്റ്റ് ഈന്തപ്പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിരാൻ ഇടുമ്പോഴത്തേക്കും അതങ്ങ് ഒരുപാടങ്ങ് അലുത്ത് പോവും. അപ്പോൾ കട്ടിയുള്ളതാണെങ്കിൽ മാത്രം നമ്മൾ ഇതുപോലെ ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഒരു നട്ട്സും ആ ഒരു ഈന്തപ്പഴവും എല്ലാം കുതിർത്തത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വളരെ തിന്നായിട്ടുള്ള ഇതുപോലെ വെർമിസെല്ലിയാണ് സേമിയ. സാധാരണ നമ്മുടെ നോർമൽ സേമിയ പായസം വെക്കാൻ എടുക്കുന്ന ആ ഒരു കട്ടിയുള്ള സേമിയ അല്ല, ഇതുപോലെ വളരെ കട്ടി കുറഞ്ഞ വളരെ തിന്നായിട്ടുള്ള സേമിയ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതുപോലെ ഈ ഒരു സേമിയയിൽ നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി എടുക്കാറുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള ഈ ഒരു സേമിയ നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വറുക്കാത്ത വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വറുത്ത് ഈ ഒരു കളറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഒരു സേമിയ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഓടിച്ചിട്ട് എടുക്കാം. സേമിയയുടെ ഒരു അളവെന്ന് പറയുന്നത് 250 ml ഒരു കപ്പിൽ ഞാൻ 1.25 കപ്പ് അളവിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാലിൻ്റെ കണക്കിന് ഒരു 1.25 കപ്പ് അളവിൽ ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള സേമിയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ നമ്മൾ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നട്ട്സും ഈന്തപ്പഴവും ഒക്കെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. ഒരുപാടങ്ങ് ഇതിൻ്റെ കളറൊന്നും അങ്ങ് മാറിപ്പോവരുത്, അത്യാവശ്യം നമുക്കൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ തീയെ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു പരിവായിട്ട് നമ്മളൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു നെയ്ക്കകത്തുനിന്ന് ഈ ഒരു നട്ട്സും ഈന്തപ്പഴവും ഒക്കെ ഒന്ന് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിൽ തന്നെ ഞാൻ ആ ഒരു സേമിയയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സേമിയ റോസ്റ്റഡ് സേമിയ ആണെങ്കിലും അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ റോസ്റ്റഡ് സേമിയ അല്ല എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു കളറാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സേമിയ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാല് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ പാല് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഇതിന് മധുരത്തിനായിട്ട് പഞ്ചസാരയെക്കാട്ടിലും ഏറ്റവും നല്ലത് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാര ആണെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു മധുരം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും മധുരം വേണമെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുകയാണ്. ഒരു 5 മിനിറ്റോളം തന്നെ നമ്മൾ ഈ ഒരു പാലൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിക്ക് തന്നെ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. ആ ഒരു രീതിക്കാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും ആ ഒരു നട്ട്സും ഈന്തപ്പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക.
അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഈ ഒരു വെർമിസെല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സേമിയയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ നമ്മൾ നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഒരു സേമിയൊക്കെ നന്നായിട്ട് വെന്ത് ഇത് അത്യാവശ്യം നമുക്കൊന്ന് കുറുകി കിട്ടണം. ഇത് നമ്മൾ അത്യാവശ്യം കുറുകിയിരിക്കുന്ന ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. 15 മിനിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു സമയമല്ല കേട്ടോ. നമ്മുടെ ഒരു ഫ്ലെയിമിന്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ സമയത്തിന്റെ അളവ് കൂടിയോ കുറഞ്ഞൊന്നും ഒക്കെ ഇരിക്കാം. സേമിയ നന്നായിട്ട് വെന്ത് അത്യാവശ്യം നമുക്കൊന്ന് കുറുകി കിട്ടണം. അതാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഒരു പാകം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഏകദേശം ഒരു 15 മിനിറ്റോളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ച് റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പായസത്തിന്. ഇതുപോലെ ഒരു വെർമിസെല്ലിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഇതുപോലെ അത്യാവശ്യം നമുക്കൊന്ന് കുറുകി കിട്ടുന്ന ഈ ഒരു പാകമായിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് ലൂസാക്കിയല്ല, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ ഈ ഒരു പാകം എത്തുന്ന വരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷീർ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒരു നോർമൽ സേമിയ പായസമൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ഒരു വെർമിസെല്ലിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മളിതിലേക്ക് ഈന്തപ്പഴം ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെയും കൂടിയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുത്തൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.